നമ്മൾ ചക്ക വറുക്കാൻ വേണ്ടി എടുത്തതാ കേട്ടോ. ചക്കയെ പക്ഷെ ഇതിന് മടലങ്ങ് ഒരുപാടുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് ചക്ക മടലൊന്ന് വരട്ടി നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു വെറൈറ്റി ആയിരിക്കും. വെച്ചിട്ടുണ്ട്, നമുക്ക് പരീക്ഷിച്ച് നോക്കാം എത്രത്തോളം അത് നന്നായിട്ട് വരുമെന്നറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് കഴിച്ചത്. അത് കിട്ടുമെന്നറിയത്തില്ല, എങ്കിലും നോക്കാം. നമുക്ക് ചക്ക വറുക്കാൻ വേണ്ടി എടുത്തതായിരുന്നു, പക്ഷെ അതിന് ചുളയെല്ലാം കുറവും മടലിന് കനം കൂടുതലുമായിരുന്നു. നമ്മൾ ചുളയെല്ലാം പറിച്ചെടുക്കാൻ നമുക്ക് ആദ്യം, എന്നിട്ട് മടലിലോട്ട് പോകാം. നമുക്ക് ചക്ക വറുക്കാം, ചക്ക വറുത്ത് വെക്കാം. കാരണം ചക്ക വറുത്തതിനൊക്കെ ഒരുപാട് ക്യാഷ് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ മൂക്ക് കഴിക്കാനും നമുക്ക് എല്ലാവർക്കും സ്നാക്സായിട്ട് എടുക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ. വെറുതെ എന്തിനാണ് നമ്മൾ പുറത്ത് കാശ് കൊടുത്ത് മേടിക്കുന്നത് വീട്ടിലുള്ളപ്പോൾ. ഞങ്ങൾ വറുത്ത് വെച്ചു. ശേഷം ചക്ക വറുക്കാനുള്ള പരിപാടിയിലായിരുന്നു ഞാനും അമ്മയും കൂടി. അതിന് മടൽ കൂടുതലാണ്, ചുള കുറവായിരുന്നു അതിൻ്റെ അകത്ത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ പണ്ടൊരു ചക്കയോ മാങ്ങയൊക്കെ ഒന്നും പല വീടുകളിലും ഇല്ലായിരുന്നു. ഉള്ള വീടുകൾ അപൂർവമായിരുന്നു. ഇപ്പോൾ എല്ലായിടും ഉണ്ടെങ്കിലും അന്ന് നമ്മളുള്ള വീടിൻ്റെ വാതിലിൽ എല്ലാവരും പോയിട്ടുണ്ടാവും. ഞാനും അങ്ങനെ നമ്മൾ പോയി ഒരു ചക്ക വന്നാൽ ആ ചക്കയൊക്കെ നമ്മൾ എത്രത്തോളം കാര്യത്തോളാണ്. ചക്കയുടെ എല്ലാ സാധനം അടി മുതൽ മുടി വരെ എന്ന് പറയുന്നതൊക്കെ എല്ലാം എടുക്കും. ചക്ക മടലെടുക്കും, അവിയൽ വെക്കാനും തോരൻ വെക്കാനും ഒക്കെ. ഇതേ സമയത്ത് നമ്മൾ ചക്ക വരട്ടാനുള്ളൊരു മാർഗം. അപ്പം ചക്കയുടെ എല്ലാ സാധനവും നമ്മുടെ പഴയ ദാരിദ്ര്യമൊന്നും പറയുമല്ല, പക്ഷേ പണ്ട് എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എല്ലാ വീട്ടിലും പ്ലാവ് ഉണ്ടാകത്തില്ല. ഉള്ള വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു ചക്ക എടുത്തുമ്പം ഒരു കീന്ത് ചക്ക തരും. അത് നമുക്ക് അമൃതന് തുല്യമായിരുന്നു. ചക്കയും മീൻചാറും ചിലപ്പോൾ ചമ്മന്തി ആയിരിക്കാം, ഒരുപാട്. ഇപ്പോഴല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറികൾ എല്ലാ ദിവസവും വന്നത്. മറ്റേത് ആണ്ടിലും സംക്രാന്തിക്കും മാത്രം എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ മാത്രമായിരുന്നു വീട്ടിലെന്തെങ്കിലും ഇറച്ചിയോ വരും. അങ്ങനെ പറഞ്ഞു. ഇപ്പം ഡെയിലി ആവശ്യക്കാർ ഇറച്ചി കഴിപ്പായി. അത് കണക്ക് എല്ലാവർക്കും രോഗങ്ങളുമായി. നമ്മുടെ പണ്ടുള്ള വീട്ടിലെ അമ്മമാരൊക്കെ പറമ്പിൽ കടന്നു പുല്ല് ഉറക്കി കൊണ്ടുവന്ന് തോരൻ വെച്ചും ഒക്കെ തരുമായിരുന്നു. നമുക്കിപ്പം ചക്കയുടെ മുള്ളെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ കഴിവ് വരുക. ഇത്രയും പറഞ്ഞ് ഞാൻ വെറുപ്പിച്ചതല്ല, അതൊന്ന് കഴിവ് വാരിയെടുക്കുക. ചക്ക മടലെല്ലാം അതിൻ്റെ മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് മടലെല്ലാം വൃത്തിയാക്കി എടുത്ത് കഴുകി വാരി വെച്ച് വെള്ളം മീഡിയം വെച്ചിരിക്കണം. കാരണം ചക്ക മടലിന് കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് വേവും ഇത്. അതുകൊണ്ട് നമ്മളൊന്ന് കഴുകി വാരി വൃത്തിയായിട്ട് എടുത്ത് വെക്കുവാണ്. അതിനുശേഷം നമുക്ക് ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയെല്ലാം കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അമ്മിക്കല്ലുണ്ടെങ്കിൽ ചതച്ചെടുക്കാമായിരുന്നു. ഇപ്പോൾ അമ്മിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ക്രഷ് ചെയ്യുകയാണ്. മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത്, ചെറുതായിട്ടൊന്നും ഒരുപാട് അങ്ങ് അരഞ്ഞതില്ല, ഒരു മീഡിയം പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്ത് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായി കടുക് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പേസ്റ്റ് പോലാക്കി നമ്മൾ ഇട്ട് കൊടുക്കാം. അതിന് ചെറുതായിട്ട് മുറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ എണ്ണയിൽ റോസ്റ്റായിട്ട് വരട്ടെ. അത് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞെടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്ത് സവാള അതിട്ടൊന്ന് വാട്ടാം. ഒരുപാടൊന്നും ക്രഷ് ചെയ്തില്ല. ചെറിയ ഉള്ളി
നമുക്ക് ആ ചക്കയുടെ മുകളിലല്ലേ ഇപ്പോൾ ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളിയാണെങ്കിൽ 1.5 ഉള്ളി, ചെറുതുള്ളിയാണെങ്കിൽ 2 ഉള്ളി മതിയാവും. എന്നിട്ട് വാട്ടാം. വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ചേർത്ത് ചെറിയൊരു കളർ ഷെയ്ഡ് മാറ്റം വരുമ്പോഴത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കും. പൊടി മൂത്ത് വരുമ്പോഴത്തേക്ക് വാടി വരുന്നതേ ഉള്ളൂ. ഇച്ചിരി കൂടി വാടാനുണ്ട്, ചെറിയൊരു കളർ ഷെയ്ഡ് കൂടി മാറാനുണ്ട്. ഇതെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ അന്യം നിന്ന് പോകുന്ന സാധനമാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി പച്ചമണം മാറുന്ന രീതിയിൽ ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം എരിവ് അധികം വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അത്രയും മുടലെടുത്തെങ്കിലും ഇത്തിരി ജീരകപ്പൊടി ശകലം മതി. അതിൽ നുള്ള ജീരകപ്പൊടി, കുരുമുളക് പൊടി, എരിവ് ഞാൻ 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. മസാലപ്പൊടി, മീറ്റ് മസാലയാണ് ഇട്ടത്ത് വരട്ടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ചക്കമടൽ അരിഞ്ഞ് വെച്ചതും അതിൽ കുരുമുളക് പൊടിയും ലേശം ഉപ്പും കൂടി ചേർത്ത് ഇവിടെ കുറച്ച് നേരം വെച്ചിരിക്കണം. ഞാൻ വെച്ചത് വീഡിയോ എടുത്തിട്ടില്ല. വെച്ചിട്ട് അതിൽ എരിവൊക്കെ ഒന്ന് പിടിക്കും. ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഫുള്ള് ഇളക്കി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ കളർ മസാലയൊക്കെ നിറത്തോട് പിടിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 ഗ്ലാസ് വെള്ളത്തിൽ ആ വെള്ളത്തിൽ നിന്ന് തിളച്ച് വേവുക. ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് എല്ലാവരും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ആവശ്യാനുസരണം ഉപ്പ് കൂടി ഇട്ടുള്ളൂ. നമ്മൾ ആദ്യം ഉപ്പിട്ടില്ലല്ലോ, മടലിനകത്ത് ലേശം ഉപ്പല്ലേ ഇട്ടുള്ളൂ. ഇത് ഫുള്ള് ഗ്രേവിയിൽ ഉപ്പ് പിടിക്കുന്ന രീതിയിൽ ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവി. തക്കാളി ഇട്ടിട്ട് തക്കാളി ഇട്ടിട്ട് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് വെന്ത് ചെമ്മന്തോടെ വെന്തോടെ ഇട്ട് നേരം വേവണം. അടച്ച് വെക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അപ്പം അതിന് സ്മെല്ല് അടച്ച് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് വറ്റണം. വരട്ടിയെടുക്കല്ലേ നമ്മൾ ബീഫ് വരട്ടുന്ന അതേ രീതിയിൽ വെള്ളം വറ്റിച്ച് മസാല അതിൽ പിടിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കണം. നല്ല മണം വരുന്നുണ്ട്. മസാലയുടെ എല്ലാം മണവും എല്ലാം പിടിച്ച് വരുന്നുണ്ട്. കാരണം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. നമ്മുടെ ഇടിച്ചക്കയൊക്കെ ഇല്ലേ, ചീമച്ചക്കയൊക്കെ ഇട്ട് ഇതിനൊക്കെ വെക്കാനും വെറൈറ്റിയാണ്. അതിൻ്റെ മേലെ നമ്മളുടെ ചക്കമടൽ ഉപയോഗിച്ചാൽ അതായത് വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട്. വീണ്ടും ഒന്ന് തിക്കാക്കണം. കാരണം നമ്മൾ വരട്ടിയെടുക്കുക. നല്ല രീതിയിൽ ഗ്രേവി എല്ലാം പിടിച്ച് കുറച്ച് ഇതായിട്ട് വരണം. ചക്കമടലിന് വേവ് കൂടുതൽ പെട്ടെന്ന് വെന്ത് ഉടയും. കുറച്ച് ലോ ഫ്ലെയിം തീയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. വരച്ചുകൊണ്ട് വരുന്നത് നല്ല രീതിയിൽ വരട്ടി എടുത്തിട്ടുണ്ട്. എരിവ് ആവശ്യമുള്ളവർ കൂടുതൽ ഉപയോഗിക്കണം. നമ്മളിവിടെ ഇത് കുഞ്ഞിന് കൊടുക്കുന്നുള്ള കുറവ് ചേർത്തിരിക്കുന്നത്. വരട്ടി ഏകദേശം നല്ല വരട്ടി എടുക്കുമ്പോൾ ഡ്രൈ ആയി വരുന്നുണ്ട്. നല്ല ഡ്രൈ ആവുന്നു. ഏകദേശം ഫൈനൽ ലുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഏകദേശം
നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന നല്ല ടേസ്റ്റ് ഉള്ളത് കഴിക്കാവുന്നതുമായിട്ടുള്ള സാധനമാണ്. അതിന് അതിൻ്റേതായൊരു ടേസ്റ്റ് കിട്ടും. ചക്കയാണ്, ദോഷമൊന്നും ചെയ്യുന്ന സാധനമാണ്, അതിന് മണലാണ്. ചക്കയുടെ എല്ലാ സാധനവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് വരട്ടി ഏകദേശം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പം തപ്പി കുറച്ചുകൂടി ഒന്ന് ഇത്തിരി വരട്ടിയെടുക്കുക. ലേശം അടിക്ക് പിടിക്കാതെ നോക്കുകയാണ്. എന്നിട്ട് അവസാനം ലേശം ഒരു സ്പൂൺ പച്ചവെള്ളം കൂടി ഒഴിച്ച് എടുക്കുക. പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പം എരിവ് കുറച്ചുകൂടി ഒന്ന് കുറയും. കുരുമുളക് പൊടി അധികം ഇടുകൊണ്ട് കുഞ്ഞിന് എരിയായിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. എരിവ് കൂടിയാൽ കുറയ്ക്കാനുള്ളൊരു ഹോം റെമഡിയും കൂടിയാണ്. പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് വീണ്ടും വേവിച്ചെടുക്കുക. എരിവ് അതൊക്കെ കുറയും. ഏകദേശം നല്ല രീതിയിൽ വരുന്ന നല്ല രീതിയിൽ ആയിട്ടുണ്ട്. പിന്നെ ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഒരു മണം ഒരു രക്ഷയില്ല. ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ടേസ്റ്റർ ഇവിടെ ഇല്ല. ടേസ്റ്റർ കളിക്കാൻ പോയേക്കുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയും നല്ല മണവും ഒക്കെയാണ്. മായമില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. അടിപൊളി.